ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ബ്രെഡ് വെച്ചിട്ടുള്ള ഗുലാബ് ജാമുനാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗുലാബ് ജാമുനാണ്. നല്ല സോഫ്റ്റാണ്, ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. വീഡിയോയിലോട്ട് കടക്കണൊക്കെ മുന്നായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്കൊക്കെ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗുലാബ് ജാമുൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 6 സ്ലൈസ് ബ്രെഡാണ്. ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇതേ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്കുള്ള പഞ്ചസാരപ്പാനി ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു വെള്ളത്തിലേക്ക് ഞാൻ 3 ഏലക്ക ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പഞ്ചസാരപ്പാനി നമ്മൾ ഒട്ടണ പരുവത്തിൽ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ തിളപ്പിച്ചിട്ട് എടുത്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരപ്പാനി ഇതേ നന്നായിട്ട് തന്നെ തിളച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 4-5 തുള്ളി ചെറുനാരങ്ങയുടെ നീര് ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഇറ്റിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിത് എന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു പഞ്ചസാരപ്പാനി ചൂടാറി കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റിക്കി ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ നമ്മൾ ചെയ്യണത്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ബൗളിൽ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബ്രെഡിൻ്റെ പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയും കൂടെ ചേർക്കാം. അപ്പോൾ ഈ ഒരു പാൽപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു പാൽപ്പൊടി എല്ലാ ഭാഗത്തേക്കും ആവണ പോലെ വേണം കേട്ടോ ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യമേ ഒരുപാട് പാലൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 1/2 കപ്പോളം പാലേ നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുള്ളൂ. പിന്നെ ഓരോ ബ്രെഡിനനുസരിച്ചിട്ട് അളവിൽ വ്യത്യാസം വരും കേട്ടോ പാലിൻ്റെ. പിന്നെ പാലെടുക്കുന്ന സമയത്ത് നമുക്ക് കാച്ചിയ പാലോ കാച്ചാത്ത പാലോ എടുക്കാവുന്നതാണ്. കാച്ചിയ പാലൊക്കെ ആണെങ്കിൽ ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ എടുക്കാൻ. പിന്നെ അത് ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിലല്ല കേട്ടോ കുഴച്ചെടുക്കുക. അതിനേക്കാളും കുറച്ച് ലൂസാക്കിയിട്ട് വേണം ഇത് നമുക്ക് കുഴച്ചെടുക്കാനായിട്ട്. പിന്നെ ഒരുപാട് നേരിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് നേരിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ ഗുലാബ് ജാമുൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഇതുപോലെ അങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം ഇതിൽ നിന്നും കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം. അപ്പോൾ എല്ലാതും നമുക്ക് ഒരേ അളവിൽ ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. ഇതിപ്പോൾ ചെറുതായിട്ടാണ് തോന്നുക, പക്ഷേ നമ്മൾ ഷുഗർ സിറപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ വലുതായിട്ട് മാറും കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് തന്നെ എടുത്താൽ മതി. അപ്പോൾ ഇതേ എല്ലാം ഞാൻ ഒരേപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. ഇനി നമുക്കിത് ഒരു തവി വെച്ചിട്ട് ഇതുപോലെ അങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ ഭാഗം ഒരേപോലെ വെന്ത് കിട്ടും, എല്ലാ ഭാഗം ഒരേ കളറിലും കിട്ടും കേട്ടോ നമുക്കിതുപോലെ ചെയ്യുമ്പോൾ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വേണം നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഇനി ഇത് കോരി മാറ്റിയിട്ട് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ എല്ലാതും ഞാൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു പഞ്ചസാരപ്പാനിക്ക് അത്യാവശ്യം നല്ല ചൂട് വേണം കേട്ടോ. നല്ല തിളച്ച പഞ്ചസാരപ്പാനിയിലേക്കൊന്നും ഇട്ട് കൊടുക്കരുത്. നമ്മൾ പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും ഒന്ന് ചൂടൊക്കെ ആറിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു സിറപ്പിലേക്ക് വേണം കേട്ടോ നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ നല്ലോണം ചൂടൊക്കെ ആറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നല്ല തിളച്ചൽക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പൊട്ടിയിട്ടൊക്കെ പോകും. ചൂടാറിയിട്ടുള്ള പഞ്ചസാരപ്പാനിയിലേക്കാണ് നമ്മളിത് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗുലാബ് ജാമുൻ്റെ ഉള്ളിൽ പഞ്ചസാര ഒന്നും കയറാണ്ട് മധുരമൊന്നും കയറാണ്ടിരിക്കും. അപ്പോൾ ചെറിയ ചൂടൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വലിച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് 1 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. മിനിമം 1 മണിക്കൂർ മതി കേട്ടോ. പിന്നെ അതിൽ കൂടുതൽ സമയം ഉണ്ടെങ്കിൽ വെക്കാവുന്നതാണ്. അപ്പോൾ 1 മണിക്കൂർ ആവണ വരയ്ക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 1 മണിക്കൂറിന് ശേഷത്തെ ഗുലാബ് ജാമുൻ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഫ്രിഡ്ജിൽ ബ്രെഡൊക്കെ ഇരിപ്പുണ്ടാവും, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഈ ഒരു ഗുലാബ് ജാമുൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പുതുതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ. താങ്ക്